ഇനി വിശദാംശങ്ങളിലേക്ക് നോക്കാം. ഇ.പി. ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച നടത്തിയതിൽ CPIക്കും അതൃപ്തി. ഇ.പിയുടെ തുറന്നു പറച്ചിൽ മുന്നണിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തി. CPM നടപടിയെടുത്തില്ലെങ്കിൽ നടപടി ആവശ്യപ്പെടാനും CPI നീക്കം. അതേസമയം വിഷയം ചർച്ച ചെയ്യാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നാളെ ചേരും. കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് LDF കൺവീനർ ഇ.പി. ജയരാജൻ വെളിപ്പെടുത്തിയിരുന്നു. ഇത് CPMന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. പിന്നാലെ മുഖ്യമന്ത്രി തന്നെ പരസ്യമായി ഇ.പിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. വിഷയത്തിൽ കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുള്ളതിനാൽ നാളെ ചേരുന്ന CPM സെക്രട്ടേറിയറ്റ് ഇക്കാര്യം ചർച്ച ചെയ്യും. ഇ.പിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നേതാക്കളുടെ നിലപാട്. അതോടൊപ്പം വിഷയത്തിൽ CPIക്കും കടുത്ത അതൃപ്തിയാണുള്ളത്. സംഭവം CPMന്റെ ആഭ്യന്തര പ്രശ്നമല്ലെന്നും ഇ.പി ഇടതുമുന്നണി കൺവീനർ കൂടിയായതിനാൽ വിഷയം ഗൗരവമുള്ളതാണെന്നും CPI നേതാക്കൾ വ്യക്തമാക്കി. അതോടൊപ്പം ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കേണ്ടതായിരുന്നു എന്നും അഭിപ്രായമുയരുന്നുണ്ട്. ഇ.പിയോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നും ഇടതുമുന്നണി കൺവീനറായി അദ്ദേഹം തുടരുന്നതിൽ CPIക്ക് താൽപര്യമില്ലെന്നും സൂചനയുണ്ട്. അതേസമയം വിവാദ കൂടിക്കാഴ്ച പിണറായിയുടെ അറിവോടെയെന്ന വിമർശനം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. CPMും BJPയും തമ്മിലുള്ള അന്തർധാര സജീവമാണെന്ന വിമർശനവുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ BJP സ്ഥാനാർത്ഥികൾ മികച്ചവരാണ് എന്ന ഇ.പിയുടെ പരാമർശം ആരോപണങ്ങൾക്ക് കരുത്തേകുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം ഇ.പി. ജയരാജൻ വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പ്രതികരിച്ചില്ല. വിഷയം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചർച്ച ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിനും മറുപടിയില്ല. ഇ.പി. ജയരാജൻ ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമെന്ന് N.K. പ്രേമചന്ദ്രൻ MP. നിരവധി വിഷയങ്ങളിൽ CPM നേതൃത്വം